സ്ത്രീകൾക്കങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നാറില്ല. പക്ഷേ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അവരൊട്ട് വിട്ടുപിടിക്കത്തുമില്ല എന്നുള്ളത് നിങ്ങൾ കേട്ട് കാണും. 3 പെണ്ണുങ്ങളും കൂടി ഇവിടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കുമോ? എങ്കിൽ ആ 3 പെണ്ണുങ്ങളിലെ ഒരാളായ രാധിക എഴുതുന്ന മേലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. മാഡം, എൻ്റെ പേര് രാധിക, യഥാർത്ഥ പേരല്ല. എനിക്ക് ശരിക്കും 36 വയസ്സുണ്ട്. വീട്ടമ്മയാണ്. 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് തറവാട്ട് വീട് തൊട്ടടുത്താണ്. ഞങ്ങൾ ആ കോമ്പൗണ്ടിൽ തന്നെയാണ് വീട് വെച്ചിരിക്കുന്നത്. അവിടെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും ഉണ്ട്. എൻ്റെ 2 കുട്ടികളും രാത്രിയാകുമ്പോഴേക്കും അവിടെ പോയി കൂട്ട് കിടക്കും. എനിക്ക് പിന്നെ കൂട്ട് വേണമെന്നില്ല. ഞാനിവിടെ തനിയെ രാത്രി കിടക്കും മിക്കവാറും ദിവസങ്ങളിൽ. ചിലപ്പോൾ എൻ്റെ അമ്മയൊക്കെ വരാറുണ്ട്. അത്രയേ ഉള്ളൂ. കുട്ടികൾ 2 പേരും തറവാട്ടിലേ കിടക്കുള്ളൂ. അതവർക്ക് ശീലമാണ്. അതുകൊണ്ട് ഞാനും കൂടുതൽ നിർബന്ധിക്കാൻ പോകാറില്ല. ഒറ്റയ്ക്ക് താമസിക്കാൻ എനിക്കൊട്ട് ഭയവുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു 10-100 മീറ്റർ അല്ലേ ഉള്ളൂ. 2 കുട്ടികളാകുന്നതിന് മുമ്പ് ഹസ്ബൻഡ് 2 മാസം കൂടുമ്പോൾ വരുമായിരുന്നു. ഇപ്പോൾ 6 മാസം കൂടിയിരിക്കുമ്പോഴാണ് വരുന്നത്. എന്താണ് താമസിക്കുന്നത് ഞാനും ചോദിക്കാറില്ല. ഞാനൊട്ട് കാത്തിരിക്കാറുമില്ല. ഞങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് മാഡത്തിന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. എന്ന് വെച്ചിട്ട് ദേഷ്യവും വഴക്കമൊന്നുമില്ല. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയും, സംസാരിക്കും. അതല്ലാതെ ഒന്നുമില്ലാത്ത ഒരു ജീവിതമായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ സ്ത്രീകൾക്ക് സഹജമായ കാര്യമാണെന്ന് പറയുമായിരിക്കും. എങ്കിലും ചില സമയത്തൊക്കെ നല്ല വിഷമവും തോന്നും. ഭർത്താവിനോട് പറഞ്ഞാലും ഭർത്താവിന് മനസ്സിലാകില്ല. ആണുങ്ങൾക്ക് വേറെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും എന്നെനിക്ക് തോന്നാറുണ്ട്. സ്ത്രീകൾക്ക് മാത്രമാണ് ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ കഴിയുന്നത്. പക്ഷേ എനിക്ക് 2 കൂട്ടുകാരികളുണ്ട്. ഒന്ന് സുധ, രണ്ടാമത്തേത് മഞ്ജു. അവർ 2 പേരും ഈ വീടിന് തൊട്ടടുത്തുള്ള വീട്ടുകളിലെ മരുമക്കളാണ്. ഞങ്ങളെല്ലാവരും മരുമക്കളായി വന്നതുകൊണ്ടും അമ്മായിമ്മയുടെ കുറ്റമാണെങ്കിലും ഭർത്താവിൻ്റെ കുറ്റമാണെങ്കിലും ഒക്കെ ഞങ്ങൾ 3 പേരും കൂടി ഒന്നിച്ചിരുന്നാണ് പറയുക. വേറെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങൾ 3 പേരും കൂടി എന്തോ നല്ല ബോണ്ടാണ്. രഹസ്യങ്ങൾ പുറത്തു പോകില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഒറ്റയ്ക്കും കട്ടയ്ക്കും ഞങ്ങൾ ഒന്നിച്ച് നിൽക്കും. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ്. സാധാരണ ആളുകൾ പറയും 4 തല ചേരും, പക്ഷേ 4 ഡാഷ് ചേരില്ലെന്ന്. പക്ഷേ ഇവിടെ ഇപ്പം 6 ഡാഷായിട്ടും ഞങ്ങൾ സൂപ്പറായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു രഹസ്യം. എല്ലായിടത്തും ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. ഇതിൻ്റെ പേരിൽ പലരും ഞങ്ങളെ ട്രോളാറുണ്ട്. ഇണക്കുരുവികളെപ്പോലെ 3 പേരും കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞ്. ഭർത്താക്കന്മാർ ചിലപ്പോൾ കുറ്റം പറയാറുണ്ട്. 3 പേരും കൂടി ഗോസിപ്പ് പറഞ്ഞ് ഭൂമി തിരിച്ചു വെക്കുമെന്ന്. ഞങ്ങൾ 3 പേരും അതൊന്നും വലിയ കാര്യമാക്കാറില്ല. സുധ എന്നേക്കാൾ 1 വയസ്സിന് മൂത്തതാണ്. മഞ്ജു എന്നേക്കാൾ 2 വയസ്സിന് ഇളയതുമാണ്. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചേച്ചി അങ്ങനെയുള്ള വിളിയൊന്നുമില്ല. എല്ലാവരും എടി പൊടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ 3 പേരുടെയും വിവാഹ ജീവിതത്തിന് സമാനമായ ഏകദേശ സ്വഭാവങ്ങളുണ്ട്. കാര്യം 2 കുട്ടികളായതിൽ പിന്നെ അവരുടെ 2 പേരുടെ ദാമ്പത്യവും ഏകദേശം എന്നെപ്പോലെയാണ്. ഭർത്താക്കന്മാർ അടുത്തുണ്ട്, ഡെയിലി വരാറുമുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇതൊക്കെ ഞങ്ങൾ കുറച്ചു കാലം മുമ്പാണ് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഈ കാര്യം മാത്രം പറയില്ല, എല്ലാവരും സംതൃപ്തിയുള്ളവരായിട്ട് ഭാവിക്കും. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ മഞ്ജുവില്ലേ, അവൾക്ക് ഇത്തരം കാര്യങ്ങളോട് നല്ല താല്പര്യമുണ്ടെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അവൾക്ക് നല്ല ചെക്കന്മാരെയൊക്കെ കാണുമ്പോഴില്ലേ വല്ലാത്തൊരു ആക്രാന്തമാണ്. മിണ്ടാനൊക്കെ ചാടി ഇറങ്ങും. എന്നിട്ട് കമൻറ്റ് പാസ്സാക്കും, യോ എന്ത് നല്ല ചെക്കനാ, ജിം ബോഡിയാണ്, സൂപ്പറാണ്, നീ ജിമ്മിൽ പോയാൽ നന്നായിരിക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെയുള്ള ചെറുപ്പക്കാരി പിള്ളേരോട് വല്ലാത്ത താല്പര്യം കാണിക്കുന്ന കൂട്ടത്തിലാണ്. ഞങ്ങൾ 2 പേരും അവളെ വഴക്ക് പറയും. എന്നാൽ അവൾ നിർത്തില്ല. അതിനെന്താ, നല്ല സൗന്ദര്യമുള്ള ആൾക്കാരെ കാണുമ്പോഴേക്കും നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ അവൾ പറയും. എന്തോ ഒരു ഇളക്കമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നും. പിന്നെങ്ങനെയാണ് തുറന്നു ചോദിക്കുക, ഫ്രണ്ട്ഷിപ്പ് പ്രശ്നമായെങ്കിലോ എന്ന്. പക്ഷേ ഒരു ദിവസം സുധ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെയങ്ങ് പറഞ്ഞു. മഞ്ജുവിന് അത് കൊണ്ടു. എടി, കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരെ കാണുമ്പോഴേക്കും നീ എന്തിനടി അരമണിക്കൂർ അവന്മാരോട് സംസാരിക്കുന്നത്? എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ആരെങ്കിലും കാണുമ്പോഴേക്കും ചുമ്മാ ഇങ്ങനെ വർത്തമാനമാണല്ലോ. ഇത് നല്ല സ്വഭാവമല്ല. നിന്റെ ഭർത്താവ് നിങ്ങളെ പ്രേമിച്ച് കല്യാണം കഴിച്ചല്ലേ? നീ പണ്ട് പറയുമായിരുന്നല്ലോ, ചേട്ടൻ എന്നെ അങ്ങ് സ്നേഹമാണ്, അവൻ മെലിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് അവൻ എന്തൊക്കെയോ ഗുണങ്ങളുണ്ടെന്ന് നീ പണ്ട് പറവല്ലോ. ഇപ്പം അവൻ്റെ ഗുണമൊക്കെ പോയോ? അവൻ ഒന്നുകൂടെ ഉണങ്ങിയില്ലൂടി എന്ന് പറഞ്ഞു. അപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. പിന്നെ ഉടനെ തന്നെ സുധ പിന്നെയും പറഞ്ഞു, ആ മെലിഞ്ഞ് അവനിപ്പോൾ അങ്ങില്ലാണ്ടായി പോയി കാണും. ഇവൾക്ക് ശരിക്കും ചില കാര്യങ്ങളുടെ അഭാവമുണ്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. ആദ്യം അവളൊന്നും മിണ്ടിയില്ല.
ഒരു ഘട്ടമായി കഴിഞ്ഞപ്പോഴേക്കും റോഡിൽ വെച്ച് അവൾ പൊട്ടിത്തെറിച്ചു. അതെ, എനിക്ക് ആവശ്യങ്ങളുണ്ട്, അഭാവമുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ പരിഗണിക്കുന്നില്ല. ഞാൻ ശരിക്കും രാത്രി കരയുകയാണ്. നിങ്ങളോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഇതേപോലുള്ള അവസ്ഥയിലാണെന്ന് എനിക്കറിയാം. ഒരു ഗുണമില്ലെങ്കിലും ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറയും. ആനയല്ല, ആനയുടെ കൊമ്പുമല്ലെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് അവൾ ഞങ്ങളെ രണ്ടുപേരും കൂടെ പറഞ്ഞു. ഇത് ഞങ്ങൾ 3 പേരും കൂടി ചേർന്നുള്ള ഒരു തർക്കത്തിന് വഴി തെളിച്ചു. അതും റോഡ് വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു, മിണ്ടാതിരിക്കുക, നമുക്ക് തർക്കം എവിടെയെങ്കിലും ചെന്ന് ഇരുന്ന് സംസാരിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയ വഴിക്ക് ഒരു പാർക്കിലിരുന്ന് കുറേ നേരം സംസാരിച്ചു. അന്നാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അവൾക്ക് ശരിയാണ്, അവളുടെ ഭർത്താവ് അവളെ തിരിഞ്ഞു നോക്കിയിട്ട് 5-6 മാസമായെന്ന് പറഞ്ഞു. സുധയുടെ ഭർത്താവ് മാസത്തിൽ ഒരു തവണ പച്ചക്കൊടി കാട്ടിയാലായി, ഇല്ലെങ്കിലായി, അത്രയേ ഉള്ളൂ. എൻ്റെ കാര്യം പിന്നെ ഇല്ല. ഇവർക്ക് 2 പേർക്കും 6 മാസമോ 1 വർഷമോ. പക്ഷേ എനിക്കാണെങ്കിൽ ഇല്ലേ ഇല്ല. ഇങ്ങനെ വല്ലപ്പോഴും വരും. വരുന്ന സമയത്ത് കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുക, ഇതല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് റോളുമില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം കൂടുതൽ ദൃഢമായത്. അന്ന് തൊട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് മഞ്ജുവിനാണ് ഏറ്റവും കൂടുതൽ ഇളക്കമെന്ന് പറഞ്ഞല്ലോ. അവളപ്പോൾ പിന്നീട് ഈ കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറയാൻ തുടങ്ങി. അപ്പോഴാണ് മഞ്ജു ഞങ്ങളോട് പറഞ്ഞത്, കാണാൻ കൊള്ളാവുന്ന ആണുങ്ങളെ കാണുമ്പോൾ എനിക്കെന്താണ് ഒരു ഇളക്കം നിങ്ങൾ ചോദിച്ചില്ലേ? ആ ഇളക്കം അങ്ങനെ തന്നെ. ഞാനൊന്ന് വല വീശും. വീശിയിട്ട് ആ വലയിൽ ആരെങ്കിലും കുടുങ്ങുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുമെന്ന് വിചാരിക്കും. പക്ഷേ അത് ഒരു 100% ആയിക്കഴിയുമ്പോഴേക്കും ഞാനില്ലേ പെട്ടെന്ന് അത് 0 ആക്കി മാറ്റും. കാര്യം പേരുദോഷം എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ അടങ്ങി നിൽക്കും. പിന്നെ എന്തിനടി ആവശ്യമില്ലാതെ ഒരു അടുപ്പം ഉണ്ടാക്കുന്നത് എന്ന് സുധ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അതിപ്പോൾ അങ്ങനെയല്ലേ, കഴുത എന്തോ കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ കരഞ്ഞെങ്കിലും തീർക്കുന്നുണ്ട്, നിങ്ങൾക്ക് കരയാനൊരു തുള്ളി കണ്ണുനീര് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. നീ എന്താണ് ഈ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഞാനാണെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരാത്മനിർവൃതി കിട്ടും. പിന്നെ അവന്മാർ ഫോൺ നമ്പർ ചോദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻ്റൊക്കെ അടിക്കുമ്പോഴും ഇല്ലേ, എനിക്കാണെങ്കിൽ നല്ലൊരു ഉൾക്കുത്ത് അനുഭവപ്പെടും. ആ കുത്തിൽ പിന്നെ ഞാൻ അവരെ ആകെ ഒന്ന് അളക്കും. ചിലപ്പോഴെനിക്ക് ഒത്തിരി സന്തോഷം തോന്നും, ഇത് എനിക്ക് പറ്റിയ ആൾ തന്നെയെന്ന്. അങ്ങനെയാണെങ്കിലല്ലേ അന്ന് രാത്രി ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കും. എന്ന് വെച്ചാൽ കുരുക്കി കുത്തി തന്നെ, അല്ലാതെ എന്താണ്? സ്വയം കാര്യങ്ങൾ നോക്കുക. മറ്റൊരാൾ നമ്മളെ സഹായിക്കില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അത് കേട്ട് മൂക്കത്ത് വേല് വെച്ചു. എടി, ഇത് എത്ര നാളായിട്ടുണ്ട്? അങ്ങനെ എന്നാണോ അവോയ്ഡ് ചെയ്തത്? അന്ന് തൊട്ടുണ്ട്. അപ്പോൾ കാണാൻ കൊള്ളാവുന്ന ആണുങ്ങളെ കാണുമ്പോഴേക്കും നീ അങ്ങോട്ട് കയറി കൊഞ്ചും കുഴയും, എന്നിട്ട് നമ്പർ കൊടുക്കും, അവന്മാർ വിളിക്കും, എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ നീ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കില്ല. എന്നാലോ അവർ നിനക്ക് ഒരു ദിവസത്തേക്ക് വട്ടം കറക്കാനുള്ള ഒരു ഉപാധിയാകുകയും ചെയ്യും. അങ്ങനെയാണോടി നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ കുലുങ്ങി ചിരിച്ചു. ഇപ്പോഴെങ്കിലും വട്ടിനും പൊട്ടിനും കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് അവൾ ഞങ്ങളെ കളിയാക്കി ചിരിച്ചു. അപ്പോൾ സുധ പറഞ്ഞു, എടി, ഇതൊന്നും ഞങ്ങൾ ശീലമാക്കിയിട്ടില്ല. ഞങ്ങൾ അത്ര മോഡേണൊന്നുമല്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെ വളരെ ചിട്ടയായിട്ടാണ് വളർത്തിയത് എന്ന് പറഞ്ഞപ്പോൾ അവൾ പിന്നെയും ചിരിച്ചു. പിന്നെ കുടുംബക്കാരാണല്ലോ വന്ന് കറക്കി തരുന്നത്. അവനവൻ കറങ്ങണമെങ്കിൽ തന്നെ കറങ്ങണം. എടി, എന്നാലും നിനക്കിതെങ്ങനെയൊക്കെ സാധിക്കുന്നു? പിന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരിയുണ്ട്. അവളാണെങ്കിൽ എന്നോട് പറഞ്ഞു, എടി, വെറുതെ നീ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇതിനൊക്കെ സഹായകരമാകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെനിക്കും അറിയാം. പക്ഷെ പർച്ചേസ് ചെയ്യാൻ പേടിയായിരുന്നു. അവളാണ് എനിക്ക് വരുത്തി തന്നത്. അവൾ എറണാകുളത്താണല്ലോ. എടി, അപ്പോൾ ഇതൊക്കെ നിൻ്റെ കയ്യിലുണ്ടോ? എടി കള്ളി, ഭയങ്കര ആത്മാർത്ഥ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞിട്ട് നീ ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ എങ്ങനെ പറയുക? നിങ്ങൾ ഈ വിഷയം എടുത്തിടില്ല, പിന്നെ ഞാനെങ്ങനെ പറയുക? അത് എടുത്തിട്ടപ്പോൾ ഞാനും പറഞ്ഞു. എന്നിട്ട് ആ സാധനം എവിടെ? അതെൻ്റെ കയ്യിലുണ്ട്, ഒരു ദിവസം കാണിക്കാം, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കാണാൻ പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ മാഡം പറയും, പിന്നെ ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോയെന്ന്. ഉണ്ട് മാഡം, ഞങ്ങൾക്ക് ഈ കാര്യത്തെപ്പറ്റി അറിയാമെങ്കിലും ഇതൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല.
അവളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ കണ്ടതും. 2 ടൈപ്പുണ്ട്. എന്നാലും എൻ്റെ മഞ്ജു നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ നിന്നും ബഹുദൂരം മുന്നിൽ നിൽക്കുന്നതാണല്ലോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അത് വേണമല്ലോ. നമുക്ക് ഒരു കാര്യം കൈവരിക്കുമ്പോൾ നമ്മളുടെ കയ്യിലുള്ളതിനേക്കാൾ വലിയ കാര്യങ്ങളല്ലേ നമ്മൾ സ്വന്തമാക്കേണ്ടത് എന്ന് അവൾ പറഞ്ഞു. എന്തായാലും അവൾ ശാസ്ത്രീയമായി ഇതിൻ്റെ ഗുണഗണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വിവരിച്ചു തന്നു. മൂക്കത്ത് കൈവച്ചുകൊണ്ടാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. എന്തായാലും തിരിച്ചു വന്നപ്പോൾ ഞാൻ സ്വതയോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ മിടുക്കി അവൾ തന്നെയാണ്. അവളുടെ സ്വന്തം കാര്യം നോക്കാനെങ്കിലും അവൾക്കറിയാം. പിന്നെ നമ്മളാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിയിരുന്ന് ഭർത്താവിനെ കുറ്റം പറഞ്ഞ് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും സുധ എന്നോട് പറഞ്ഞു, ശരിയടി, അവളൊരു മിടുക്കിയാണ്. അവളെ കളിയാക്കെങ്കിലും അവൾ ഒരു കണക്കിന് നോക്കുമ്പോഴേക്കും റിലാക്സായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് രണ്ടുപേർക്കുമാണ് നഷ്ടങ്ങൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവ് ഇനിയിപ്പോൾ അങ്ങേരെ കൂടുതൽ സ്നേഹം ഭാവിച്ചു വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലടി എന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാനും പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങേർക്ക് ഈ പറഞ്ഞ പോലെ ആയിരിക്കുമെന്നറിയില്ല. എൻ്റെ ഭർത്താവിനെ കാര്യം സെയിം ആടി. ഇനിയിപ്പോൾ നന്നാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. പിന്നെ ഞാൻ പറയാമല്ലോ, ഞാനങ്ങ് സ്ലോ ഡൗൺ ആയിപ്പോയി. അടച്ചു മൂടിയ ഒരണക്കെട്ട് പോലെയായി എൻ്റെ മനസ്സെന്ന്. അപ്പോൾ സുധയും പറഞ്ഞു, കറക്റ്റാണ്. പക്ഷേ മഞ്ജു വ്യത്യസ്തയാണ്. അവൾ നമ്മളെക്കാൾ ചെറുപ്പമല്ലേ, അവിടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉണ്ട്. എന്നാലും അവളുടെ പോലുള്ള ധൈര്യമൊന്നും എനിക്കില്ലെന്ന്. പിന്നൊരു ദിവസം ഇതിനെപ്പറ്റി വിശദമായി സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധ ഒരഭിപ്രായം പറഞ്ഞു. എടി, എന്തായാലും ഇതൊക്കെ പ്രയോഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. നിനക്കാണെങ്കിൽ നല്ല മിടുക്കില്ലേ, സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ അങ്ങോട്ട് ഇടിച്ചു കയറി ഫോൺ നമ്പർ വരെ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ വട്ടത്തിലാക്കി കഴിഞ്ഞ ശേഷം നീ പിന്മാറുന്നു. അത് അവർക്ക് നിന്നോട് ശത്രുത ഉണ്ടാക്കാനും ഇച്ഛാഭംഗം ഉണ്ടാക്കാനും ഉപകരിക്കും. നിനക്കും ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് മാത്രമേ അവരുടെ ഓർമ്മകൾ ഉപകാരമാകുകയുള്ളൂ. ഇതിനേക്കാൾ മെച്ചം യഥാർത്ഥമായവയല്ലേ എന്ന് പറഞ്ഞപ്പോൾ മഞ്ജു പറഞ്ഞു, റിസ്ക് ആണ്. ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ, എടി, ഇത്രയും എടുക്കുള്ള നിനക്ക് ഇതൊന്നും ആരും അറിയാതെ മാനേജ് ചെയ്യാൻ പറ്റില്ലേ? നിന്റെ ഭർത്താവുള്ള മുറിയിൽ തന്നെ ഇത് നീ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അങ്ങേരെ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ നീയല്ലേ മിടുക്കി? അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ നിനക്ക് പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും കട്ടയ്ക്ക് എൻ്റെ കൂടെ സപ്പോർട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങളെന്ത് സപ്പോർട്ട് ചെയ്യേണ്ടത്? നിൻ്റെ അത്രയും ധൈര്യമൊന്നും ഞങ്ങൾക്കില്ല. ധൈര്യമില്ലെങ്കിലും എനിക്ക് ഒരു പ്ലേസ് മതി. എൻ്റെ വീട്ടിൽ പറ്റില്ലെന്നറിയല്ലോ. ഞാൻ ഏതെങ്കിലും ഒരു കാര്യം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് അവൾ എന്നോട് ചോദിച്ചു. എനിക്കത് കേട്ടപ്പോൾ പേടിയാണ് തോന്നിയത്. എന്തുത്തരം പറയണം? പക്ഷേ ഞാൻ പറഞ്ഞതിന് മുമ്പ് തന്നെ ചാടിക്കേറി സുധ ഉത്തരം പറഞ്ഞു. അതിലൊരു പ്രശ്നമില്ല. എൻ്റെ വീട്ടിൽ സൗകര്യമുള്ളപ്പോൾ നീ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. പിന്നെ ഇവളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇവളും അതൊക്കെ ആകുമെന്ന്. എടി, നീ എന്താ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, സാരമില്ലടി, ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ. നമുക്ക് ധൈര്യമില്ലെങ്കിലും അവളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തെങ്കിൽ നിന്ന് ഒരു ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാമല്ലോ. നമ്മൾ രണ്ടുപേരുമല്ലാതെ അവളെ സഹായിക്കാൻ ആരാടിയുള്ളത് എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്കും ഒരു രസം തോന്നി. എന്തായാലും എനിക്ക് സുധയ്ക്കും അങ്ങനെ തീവ്രമായ ആഗ്രഹങ്ങളില്ല. മഞ്ജുവിന് നല്ല ആഗ്രഹങ്ങളുണ്ട്. അവളുടെ ആഗ്രഹങ്ങളിൽ നടക്കട്ടെ. ഒരു രസകരമായ അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് തോന്നി. അല്ലാതെ വേറൊന്നുമില്ല. കൂട്ടത്തിലൊരാളെ സഹായിക്കുന്നതിൻ്റെ രസം പിന്നെ ഒരിക്കലി മനസ്സിൽ, അതല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. അപ്പോഴാണ് മഞ്ജു പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ട്. അവനാണെങ്കിൽ 100% ഓക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അതാരാടി? അത് ശ്യാം ചേട്ടൻ്റെ മോൻ രോഹൻ. എടി, അവൻ PGക്ക് എങ്ങാണ്ടല്ലേ പഠിക്കുന്നത്? MTechന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരു സുന്ദരനല്ലേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അതെ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. കാര്യം അത്രയും സൗന്ദര്യമുള്ളൊരു ചെക്കൻ ഇവിടെ ഇല്ല. ബാക്കി എല്ലാവർക്കും ആവറേജ് സൗന്ദര്യം. ഇവനാണെങ്കിൽ എന്നോട് ഭയങ്കര കാര്യമാണ്. ഒരു 100 വട്ടം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഒന്ന് മൂളിയാൽ മതി, ഞാൻ വരാമെന്നും. എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിലെങ്ങുണ്ടോ? അത് മാത്രമല്ല, അവൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റുമോ? നാട്ടുകാരെല്ലാം കൂടി എന്നെ എന്ത് പറയും? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധ പറഞ്ഞു, എടി, നീ വെറുതെ ഇടങ്കൊലിടാതെ. എന്നാലും ഇതെങ്ങനെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധയാണ് പറഞ്ഞത്, എന്തായാലും നീ വീട്ടിൽ തനിയാണ് കിടക്കുന്നത്. പിന്നെ മഞ്ജു ഒരു ദിവസം അവിടെ വന്ന് കിടക്കട്ടെ, നിന്നോട് വന്ന് കൂട്ടുകിടന്നാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. എന്തായാലും ഭർത്താവിന് അതിൽ എതിർപ്പൊന്നും കാണില്ല. അങ്ങനെയാകുമ്പോഴേക്കും ആ ചെക്കന് വരാമല്ലോ. ആര് ശ്രദ്ധിക്കാനടി? ഒരു പ്രശ്നവുമില്ല. രാത്രിയിൽ അവിടെ
പൂമഴയോ തേന്മഴയോ എന്ന് പറഞ്ഞ് അവൾ കളിയാക്കി പാടി. അത് നല്ലൊരു ഐഡിയ ആണെന്ന് മഞ്ജു പറഞ്ഞു. എനിക്കാണെങ്കിൽ പേടി കൊണ്ട് കാലും കൈയും ഒക്കെ വിറയ്ക്കുകയാണ്. ദൈവമേ, ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് അമ്മായിച്ചനും അമ്മായിമ്മയൊക്കെ ഉണ്ട്, പിള്ളേരുണ്ട്, ആരെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോയി. എന്നാലും ഒന്നിച്ചിറങ്ങിയതല്ലേ, ഇനിയിപ്പം നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറാം എന്ന് വിചാരിച്ച് ആദ്യം ഈ സംഭവം ഞങ്ങളുടെ വീട്ടിലേക്ക് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ മഞ്ജു എൻ്റെ വീട്ടിൽ വന്ന് വല്ലപ്പോഴും ഒക്കെ കൂട്ടുകിടക്കാൻ തുടങ്ങി. അത് അവളുടെ ഭർത്താവിന് വലിയ അസ്വാഭാവികതയായിട്ടൊന്നും തോന്നിയില്ല. അവനെ കണ്ടപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് അവൾ വന്ന് എൻ്റെ കൂടെ കിടക്കട്ടെ, ചില ദിവസങ്ങളിൽ എനിക്ക് മൈഗ്രെയിൻ ഇളകും, ആ സമയത്ത് ആരെങ്കിലും ഉള്ളത് നല്ലതാണ്. പിള്ളേർ പക്ഷേ എന്ത് പറഞ്ഞാലും അപ്പുറത്താ പോയി കിടക്കുന്നേ, എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. അവനതിൽ പ്രശ്നമൊന്നുമില്ല, എന്നെ വലിയ കാര്യവിശ്വാസമാണ്. അങ്ങനെയാണ് മഞ്ജു ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയത്. ആദ്യ ദിവസം സാധാരണ പോലെ പോയി. രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഇന്നാണെങ്കിൽ അവൻ വരും ചേച്ചി. സത്യം പറഞ്ഞാൽ അവൾ കൂളായിട്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സാണെങ്കിൽ പടപട ഇടിക്കുകയാണ്. ചെക്കൻ വന്നാൽ എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് പൊറുതിയില്ല. രാത്രി ഒരു 11:30 കഴിഞ്ഞപ്പോഴാണ് അവൻ അടുക്കള വാതിൽ വന്നത്. ഞാൻ പോയി അടുക്കള വാതിൽ തുറന്നു. പിന്നെ ഞാൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അവനും ചമ്മി ചിരിച്ചു. ഞാൻ പറഞ്ഞു, മോനെ പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ എന്ന്. ഓ, ഒരു പ്രശ്നമില്ല ചേച്ചി, ആരും കണ്ടിട്ടില്ല ഞാൻ വന്നത് എന്ന് പറഞ്ഞു. എനിക്ക് സമാധാനമായി. ഞാൻ അവരെ രണ്ടുപേരെയും അനുഗ്രഹാശസ്സുകൾ അയക്കുന്ന രീതിയിൽ നോക്കിയിട്ട്, ഞാൻ ദേ എൻ്റെ മുറിയിൽ കാണും കേട്ടോ, എടി നീ എന്നെ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ മുറിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന പോലെ കണ്ണുകൾ ഒന്ന് പായിച്ചിട്ട് എൻ്റെ റൂമിലേക്ക് പോയി. അവിടെ ഇരുന്നിട്ട് എനിക്ക് പൊറുതിയില്ല. അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു. ഇടയ്ക്ക് ഞാൻ കതക് ശബ്ദമുണ്ടാക്കാതെ തുറന്നു. അകത്ത് താങ്കിടക്ക ചില്ലം ചില്ലം എന്നുള്ള ശബ്ദം എനിക്ക് കേൾക്കാൻ തുടങ്ങി. ദൈവമേ, ആകെ എനിക്കൊരു സംഭ്രമം. എന്തായാലും അത് 5-6 മിനിറ്റോളം നീണ്ടു നിന്നു. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എൻ്റെ റൂമിലേക്ക് പോന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവൾ വന്ന് മുട്ടി വിളിച്ചു. ആ സമയത്തേക്ക് ഏകദേശം 1.5 മണിക്കൂറായിരുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവളാണെങ്കിൽ ആകെ മൊത്തം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എടി, എനിക്ക് നിന്നോട് തീരാത്ത നന്ദിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും വലിയൊരു സഹായം ഒരാൾ എനിക്ക് ചെയ്തിട്ടില്ല. നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഇന്ന് ഇവിടം കരകവിഞ്ഞൊഴുകി മോളെ എന്ന് പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിച്ചു ഭ്രാന്തിയെപ്പോലെ. എന്നിട്ട് ചെക്കൻ എന്ത് ചെയ്യും? അവനെ ഞാൻ കറക്റ്റായിട്ട് സേഫായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഞാൻ പറഞ്ഞെടി, ഇടയ്ക്ക് ഞാൻ ഇറങ്ങി വന്നിരുന്നു, അപ്പോൾ താങ്കണക്ക് തില്ലം എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചെക്കൻ നമ്മളെ വിചാരിച്ച പോലെയല്ല, നമ്മുടെ ഭർത്താക്കന്മാരെയൊക്കെ അവൻ തോൽപ്പിക്കും, അവൻ ഒരു അനിതര സാധാരണമായ കുട്ടനാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഒരാഴ്ച പിന്നീട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കാര്യം എന്തെങ്കിലും ഗോസിപ്പോ മറ്റോ വരുമോ എന്ന് പേടിച്ചിട്ട്. പക്ഷെ ഒരു കുഴപ്പമില്ല, ആരും ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പേടിയും പോയി. പിന്നീട് സ്ഥിരമായിരുന്നു. ചില ദിവസങ്ങളിൽ സുധയും വന്ന് എൻ്റെ കൂടെ കിടക്കാൻ തുടങ്ങി. എല്ലാം എനിക്ക് മൈഗ്രെയിൻ തുടങ്ങി, ആരെങ്കിലും വേണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിൻ്റെ കാഴ്ചക്കാരും കേൾവിക്കാരും മാത്രമേ ആകുന്നുള്ളൂ. ഒരു ദിവസം സുധ എന്നോട് പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ കരക്കിരുന്ന് കാഴ്ച കണ്ടിട്ടൊരു കാര്യമില്ല. ചെക്കൻ്റെ മനോഗതം നമ്മൾക്കും അനുകൂലമാണെങ്കിൽ കാര്യങ്ങൾ ഇവളോട് പറഞ്ഞ് നമുക്ക് ശരിയാക്കിക്കൂടെന്ന് ചോദിച്ചു. മഞ്ജുവിനോട് പറഞ്ഞപ്പോൾ മഞ്ജു പറഞ്ഞു, അതിനെന്താ, നിങ്ങൾക്ക് ഓൾവേസ് വെൽക്കം മാഡം. ചെക്കനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചെക്കന് ആദ്യം ഇത്തിരി മടിയുണ്ട്. കാര്യം മഞ്ജുവുമായിട്ട് അവൻ നല്ല കമ്പനിയല്ലേ. ഞങ്ങളോട് അതേപോലെ ഒരു ആറ്റിറ്റ്യൂഡ് വരാൻ ഇത്തിരി താമസിക്കും. അതുമാത്രമല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് പിന്തിരിപ്പ നയങ്ങളുണ്ട്. അവൾ അങ്ങനെയല്ല, അംഗവും അംഗക്കലിയും നന്നായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ പക്ഷേ അങ്ങനെയല്ല. ഒരു ചൂടെടുത്ത് വെക്കാനോ ചുരുക ചുഴറ്റാനോ ഞങ്ങൾക്കറിയില്ലാത്ത നിലയിലായിരുന്നു മനസ്സ്. പക്ഷേ മഞ്ജു പറഞ്ഞു, സാരമില്ല, പണ്ടത്തെ അംഗമൊന്ന് ആലോചിച്ച് നോക്കൂ, തട്ടിന്മേൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ കുലുങ്ങിയാടും എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കുമായി അങ്കത്തട്ട് പല ദിവസങ്ങളായി ഒരുങ്ങി. ഞങ്ങൾ 3 പെണ്ണുങ്ങളും കൂടി അവിടെ ഒരുമിച്ചിരുന്ന് വിസ്മയ ലോകത്തേക്ക് പോവുകയായിരുന്നു.
ചിക്കൻ ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന ഒരു ഗന്ധർവനായിരുന്നു. ആ ഗന്ധർവനെ നന്നായി ട്രീറ്റ് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു മാഡം. ഇപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൂടി പറയാനും പ്ലാൻ ചെയ്യാനുമുള്ളതെല്ലാം ഇത് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ സുധ പറയുന്നത് വേറൊരു കാര്യമാണ്. എന്തായാലും ഒന്നിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിൽ നിർത്തരുത്. പല രീതിയിലും നമ്മൾക്ക് പല സെലക്ഷനും നടത്തണം. ഇവൻ നമ്മുടെ പ്രിയപ്പെട്ടവനാണെങ്കിലും മറ്റുള്ള പല അവസരങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്നു. പക്ഷേ മഞ്ജു പറയുന്നത് വേണ്ട, ഒന്ന് മതി, അതാകുമ്പോൾ ഒരു പ്രശ്നമില്ല, 3 പേരും ഇങ്ങനെ അങ്ങ് പോകാം, അധികം റിസ്ക് വേണ്ടാന്ന്. പക്ഷേ സുധ പറയുന്നത് അങ്ങനെയല്ല. ന്യൂ ആയിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പ്ലോയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ലൈഫിൽ സക്സസ് വരുത്തൂ എന്നാണ്. ഇപ്പോൾ മഞ്ജുവിനേക്കാളിലും എന്നെക്കാളിലും ഒക്കെ ആകാംക്ഷയും ആവേശവും അവൾക്കാണിപ്പോൾ കൂടുതൽ. മാഡം, എനിക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതും ഒന്നാണ്. ഭർത്താക്കന്മാരിൽ നിന്ന് വേണ്ടത്ര നീതി ലഭിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെയുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ധാർമ്മികമായിട്ട് അതിനെ കുറ്റം പറഞ്ഞാലും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നോക്കുമ്പോൾ അത് ശരിയായ രീതിയല്ലേ? ഇതിപ്പോൾ നമുക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. കാര്യം ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹം കഴിച്ചു, അവർ നന്നായി ജീവിച്ചു. പക്ഷേ എല്ലാ കാലത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആകർഷണവും ഇൻറ്റൻസിറ്റിയും ഒരുപോലെ ഇരിക്കണമെന്നൊന്നുമില്ല. അതേറെയും കുറഞ്ഞുമിരിക്കും. പക്ഷേ തമ്മിലുള്ള അടുപ്പം അല്ലെങ്കിൽ സ്നേഹം അതൊക്കെ 0% ആയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ നിലനിന്ന് പോകാമെന്ന് പറയുമ്പോഴേക്കും അത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അത് സോൾവ് ചെയ്ത് ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകണം. ഭയങ്കരമായിട്ടുള്ള ഒരു ലാഗ് അല്ലെങ്കിൽ അടുപ്പക്കുറവ് ഒരിക്കലും ദാമ്പത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇടവേളകൾ ഉണ്ടാകാം, പക്ഷേ പരസ്പരം മനുഷ്യന് ഒന്നും തുറന്ന് സംസാരിക്കാതെ വെറുതെ ജീവിക്കുന്ന പോലെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ആർക്കും ഉണ്ടാകരുത്. പക്ഷേ ഭൂരിപക്ഷം ദാമ്പത്യത്തിലും 2 കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും പിന്നെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അകന്ന് കഴിയുക എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ കേൾക്കുന്ന മറ്റ് പല പ്രശ്നങ്ങളും അന്യബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിനെല്ലാം പലപ്പോഴും കാരണങ്ങൾ കാണും. പല മനുഷ്യർക്കും പല സ്വഭാവമാണ്, പല ആവശ്യങ്ങളാണ്. അപ്പം ഈ ഒരു സംഭവങ്ങളെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇപ്പം 1ന് പകരം 10 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് പല റിസ്ക്കാണ്. അതായത് പേരുദോഷം ഉണ്ടാകാം, രോഗങ്ങൾ വരാം, അല്ലാതെ വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരാം, ബന്ധങ്ങൾ തന്നെ കുളമാകാം. അങ്ങനെയുള്ള കാര്യമായതുകൊണ്ട് ഇതിപ്പോൾ ഒത്തിരി പരീക്ഷണങ്ങളിലേക്ക് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരാളുടെയും റിലാക്സേഷനെ വേണ്ട എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലാത്തതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ ഇതിനെ കാണാനും പറ്റില്ല, എന്നാൽ കൊള്ളില്ല എന്ന് പറയാനും പറ്റാത്തത് കൊണ്ട് ഇവിടെ ന്യൂട്രൽ, അതായത് അവനവൻ്റെ റിസ്ക് എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് നമുക്കൊരു അഭിപ്രായം പറയേണ്ടി വരും. അത് നിങ്ങളുടെ റിസ്ക്കാണ്, നിങ്ങൾ മാനേജ് ചെയ്യണം. പക്ഷേ എന്നാലും കൂടുതൽ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പോകാതിരിക്കുക, അതായിരിക്കും നല്ലത്. ആക്ടിവിറ്റീസ് കുറയ്ക്കുക എന്നുള്ളത് ഏറ്റവും മെച്ചം. കൂടിയാൽ അതിൻ്റെതായ പ്രശ്നങ്ങളും കൂടും. ഒന്നെങ്കിൽ ഒന്ന് എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് സദാചാരപരമായി നല്ലതാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ അത് അവർ മാനേജ് ചെയ്തോളും എന്നേ പറയാൻ പറ്റുള്ളൂ. ശരിക്കൊരു ദാമ്പത്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അകൽച്ചയോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കൗൺസിലറെയോ സൈക്കാട്രിസ്റ്റിനെയോ കണ്ടിട്ട് ഒരു ഫാമിലി കൗൺസിലിംഗ് 2 പേരെയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി പോകും. പക്ഷേ ഒരു ഭൂരിപക്ഷം ആൾക്കാരും, ഒരു 90% ആൾക്കാരും അതൊന്നും ചെയ്യില്ല. സൗജന്യമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും പോകില്ല. അതൊക്കെ ഇപ്പോഴും ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. പക്ഷേ എന്നിട്ട് എന്താ കാണിക്കുന്നത്? മറ്റു വളഞ്ഞ വഴി പിടിക്കും. അപ്പോൾ അതിനെങ്ങനെയാണ് നല്ലതാണെന്ന് പറയാൻ പറ്റുക? തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവായിട്ട് അകൽച്ചയുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക, നിങ്ങളൊരു കൗൺസിലിംഗ് എടുക്കുക. അതൊക്കെയാകും സാമാന്യ വിവരമുള്ളവർ ചെയ്യുന്നത് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.